ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യയ്ക്ക് 8ന്റെ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് ആകാശും ധർമ്മൻ മാമനും കൂടി. എന്തായാലും സുകന്യ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മനും ഓരോന്നൊക്കെ പറഞ്ഞ് സുകന്യനെ ആകെ വട്ട് കളിപ്പിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ പെരുമാറിയതുകൊണ്ട് എന്തായാലും അളിയന് സംശയമുണ്ട്, നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. അളിയൻ ഇനി വല്ലോ ആശുപത്രിയിൽ നിന്നെ കൊണ്ടുപോകാൻ എന്നോട് പറയുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ സുകന്യ പറയും, ദേ അങ്ങനെയൊന്നുമില്ല, ബാലേട്ടൻ അങ്ങനത്തെ സംശയമൊന്നുമില്ല, ഇത് ആകാശ് എന്നെ മനഃപൂർവ്വം കുടുക്കിയത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. അവനാണെങ്കിൽ കാലുറക്കാതെ റൂമിലേക്ക് കയറി പോകുന്നത് എന്ന് പറയൂട്ടോ. നീ നിനക്ക് തോന്നിയതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടരുത് എൻ്റെ സുകന്യെ എന്നപ്പോൾ ധർമ്മം പറയും, ചേട്ടൻ വിശ്വസിക്കേണ്ട, ഞാൻ കണ്ടതാ. മീനാക്ഷിയും ഇത്രയും കൂടി എന്നെ കാണാതെ ഒരു വിധത്തിലാണ് റൂമിലോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പം മദ്യപിക്കാതെ വന്ന് ബാലേട്ടൻ്റെ മുന്നിൽ നിൽക്കണമെങ്കിൽ മനഃപൂർവ്വം എന്നെ അപമാനിക്കാനായിട്ട് ഇങ്ങനെ കരുതി കൂട്ടി ചെയ്തത് തന്നെയാ എന്ന് പറയൂട്ടോ. പിന്നെ നിന്നെ ഇങ്ങനെ അവൻ കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് അഭിനയിച്ച നിന്നെ കളിയാക്കാഞ്ഞിട്ട് അവൻ എന്തിന്റെ കേടാ എന്നപ്പം ധർമ്മൻ ചോദിക്കും. അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും ആകാശിന് എന്നോട് എന്തോ ചുരുക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവനോട് ഒന്ന് ഉപദേശിച്ചായിരുന്നല്ലോ, അത് ഞാൻ ആകാശിന് ദോഷമൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയാ, നല്ലൊരു ജീവിതം അവനും കിട്ടട്ടെ എന്ന് കരുതിയാ. ഇങ്ങനെ മദ്യപിച്ച് നശിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന് അവൻ എന്നോട് ദേഷ്യം തീർത്തതാന്ന് എനിക്ക് തോന്നുന്നേ. ഈ സുകന്യ അത്ര പൊട്ടിയൊന്നുമല്ല, എല്ലാവരും കൂടി എന്നെ മണ്ടിയാക്കാൻ നോക്കിയതാ എന്നൊക്കെ പറയും. ദേ സുകന്യെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നിനക്ക് തോന്നിയതാ ആകാശ് കുടിച്ചിട്ടുണ്ടെന്ന്. മീനു കൈയും പിടിച്ചോണ്ട് അവനെ റൂമിലോട്ട് കൊണ്ടുപോയെന്നും കരുതി അതിനർത്ഥം അവൻ കുടിച്ചിട്ടുണ്ടെന്നാണോ? ഇപ്പൊ തന്നെ ആവശ്യമില്ലാതെ നീ അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ടല്ലേ ഇന്ന് അളിയന്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്ന് ചോദിക്കും. നിനക്ക് നിന്റെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചാൽ പോരെ, ഇവിടെ ഉള്ളവരുടെയൊക്കെ കാര്യത്തിൽ എന്തിനാ ഇടപെടാൻ പോകുന്നേ എന്ന് ചോദിക്കും. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പം അവിടെയുള്ള ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇടപെടേണ്ടി വരും. കാരണം നമ്മളെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഇടപെടാതിരുന്നാൽ എങ്ങനെ ശരിയാവുക എന്ന് സുകന്യ ചോദിക്കും. ആകാശം അതിനെ എങ്ങനെ ബാധിക്കുമെന്ന് നീ പറയുന്നേ? പിന്നെ മദ്യപിച്ച് ഇവിടെ ബഹളങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും. അങ്ങനെയുള്ള ആളുള്ള വീട്ടിൽ ജീവിക്കാനൊന്നുമേ ഈ സുകന്യെ കിട്ടത്തില്ല എന്ന് സുകന്യ പറയൂട്ടോ. ദേ ഇനിയെങ്കിലും കാര്യം അറിയാതെ നീ ഇങ്ങനെ ഓരോ അബദ്ധത്തിൽ പോയി ചാടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ദേ നീ പറഞ്ഞ മറ്റേ അസുഖം ഉണ്ടല്ലോ, ഹാലുസിനേഷൻ, അത് നിനക്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുന്നത് ആ അസുഖത്തിന്റെ ലക്ഷണം തന്നെയാ. ദേ ധർമ്മേട്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെപ്പറ്റി പറയരുത്, എനിക്ക് ഒരു അസുഖവും ഇല്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് മാറുവാണ് കേട്ടോ. എന്തായാലും സുകന്യയുടെ ഈ പരിപാടിയൊക്കെ കാണുമ്പം നമ്മുടെ ധർമ്മന് നല്ല ചിരി വരികയാണ്. എന്തായാലും അവക്കൊരു പണി കൊടുത്തല്ലോ എന്നുള്ള സംതൃപ്തിയോടെ നമ്മുടെ ധർമ്മനും കിടക്കൂട്ടോ. അതേസമയം നമ്മുടെ ദേവിയുടെ വീട്ടിൽ ഉദയഭാനും അതുപോലെ ശ്രീകലയും ആകെ പുകഞ്ഞു നിൽക്കണം. വേറൊന്നും കൊണ്ടല്ല, പണ്ടത്തെ പോലെ അല്ല. പണ്ട് അവരെന്ത് കള്ളം പറഞ്ഞാലും ദേവമംഗലത്ത് അവിടെ ആരും അവരെ ചോദ്യം ചെയ്യാൻ നിൽക്കില്ലായിരുന്നു. മീനൂരും മിത്രയ്ക്കും പോലും ഇവരുടെ പൊങ്ങച്ചൊക്കെ കാണുമ്പം സംശയം തോന്നിയാൽ പോലും ഒന്നും അവരോട് ചോദിക്കില്ലായിരുന്നു, ദേവിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ. സുകന്യാന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവമൊക്കെ ഏകദേശം 2 ആൾക്കും മനസ്സിലാവുകയാണ് കേട്ടോ. ദേവി വിളിച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉദയഭാനു ശ്രീകലോട് ചോദിക്കും, ഇനി പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി എന്തെങ്കിലും കെണി വീഴുമെന്നാ. നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ പിടിച്ചെടുക്കാനേ ഇപ്പൊ സുകന്യുണ്ട്. അവള് 2ഉം കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ കള്ളത്തരം വല്ല അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ എനിക്ക് സംശയം എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ശ്രീകല പറയും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ദേവമംഗലത്തുള്ള മുഴുവൻ ആൾക്കാരെയും പറ്റിച്ച് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നില്ലേ? അങ്ങനെയുള്ള നമ്മളുടെ എന്ത് കള്ളത്തരവാ സുകന്യയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതൊക്കെ വെറുതെയാ. നമുക്ക് എന്തായാലും ദേവമംഗലത്തേക്ക് പോകണം, ഇനിയും അത് വൈകിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ ഉദയഭാനു പറയും, പോകാതിരിക്കേണ്ടെന്ന് ഞാനും പറയുന്നില്ലല്ലോ, പക്ഷേ നമുക്ക് സൂക്ഷിച്ചും കണ്ടും വേണം അവിടെ ഓരോന്നും സംസാരിക്കാൻ. സുകന്യ അത്ര പാവമൊന്നുമല്ല. അവൾ ആ കൃഷ്ണമംഗലത്തുള്ള ആൾക്കാരുടെ കൂടെ കൂടി ദേവമംഗലത്തുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നല്ലേ ദേവിമോള് പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കള്ളത്തരം പിടിച്ചെടുത്ത് നമുക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനേ അവൾ നോക്കുള്ളൂ എന്ന് ഉദയഭാനു പറയും. എൻ്റെ ഉദയേട്ട, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ലേ? ഇതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്തിട്ടില്ലേ? നമ്മുടെ മോളെ അവിടെ തന്നെ കെട്ടിച്ചയക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പിടിക്കപ്പെട്ടോ? ഇല്ലെന്നേ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവം നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല. അത് ഉദയേട്ടന് ഇതുവരെ മനസ്സിലായില്ലേ എന്നൊക്കെ ശ്രീകല ചോദിക്കും. ആ വിശ്വാസത്തിലായി ഞാനും ജീവിക്കുന്നത്. എന്തായാലും ദേവിയെ കാണാൻ ഇനിയും വൈകിപ്പിക്കേണ്ട, നമുക്ക് പോകാം എന്ന് ഉദയഭാനു ശ്രീകലോട് പറയാം. ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള
സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചായിരുന്നല്ലോ അല്ലേ എന്ന് ഞാൻ ചോദിക്കുക. എൻ്റെ ശ്രീകലെ, നിനക്ക് ഇങ്ങനെ ഓരോ ലിസ്റ്റുകൾ എഴുതി തന്നാൽ മതി. ഇതൊക്കെ എവിടുന്നെങ്കിലും കാശ് കടം മേടിച്ചിട്ട് വേണം ഞാൻ മേടിക്കാൻ. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. നമുക്കേ നമ്മുടെ മോളുടെ വില നോക്കണം. അവൾക്ക് അവിടെ ഒരു വില കിട്ടണമെങ്കിൽ നമ്മൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കണം. അതുമാത്രമല്ല, ആ സുകന്യയുടെ മുന്നിലും നമുക്ക് ഇതൊക്കെ എത്തിച്ചാലേ മാത്രമേ അവൾക്ക് വിശ്വാസം വരത്തുള്ളൂ എന്ന് പറയാം. എന്തായാലും ഇനി വൈകിപ്പിക്കണ്ട, നമുക്ക് നാളെ തന്നെ ദേവിമോളെ പോയി കണ്ടേക്കാം. നിനക്ക് സന്തോഷമാവൂലോ? അതെ, എനിക്ക് അന്ന് മാത്രമേ സന്തോഷം ആവത്തുള്ളൂ. നമ്മുടെ മോളൊരു അമ്മയാവാൻ പോവാ. നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പം എന്തായാലും എനിക്കെൻ്റെ മോളെ കാണാൻ കണ്ണു തുടിക്കുക എന്നൊക്കെ സ്ത്രീകൾ ഇങ്ങനെ പറയൂ കേട്ടോ. രണ്ടുപേരുടെ രണ്ടും കൽപ്പിച്ച് ദേവമംഗലത്തേക്ക് ചെന്ന് സുകന്യനെ അഭിമുഖീകരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം രാത്രി കിടക്കുന്ന നമ്മുടെ സുകന്യ ഭയങ്കരമായ അടിപൊളി ഒരു സ്വപ്നമൊക്കെ കണ്ട ഞെട്ടി എഴുന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവളുടെ ഉറക്കത്തിലെ ഈ പിറുവിറുപ്പിക്കലൊക്കെ കേൾക്കുമ്പോൾ ധർമ്മൻ ചോദിക്കും, എന്തു പറ്റി സുകന്യെ, നീ എന്താ ഈ ഞെട്ടി എഴുന്നേറ്റേ എന്നൊക്കെ ചോദിക്കുക. എവിടെ നമ്മുടെ കാറ്, എവിടെ കോട്ടും സൂട്ടും എന്നൊക്കെ ധർമ്മനോട് ചോദിക്കേ. അപ്പോൾ ധർമ്മൻ പറയും, നീ എന്താ വല്ല സ്വപ്നം കണ്ടോ, നീ ഇത് എന്തൊക്കെയാ പിച്ചുമ്പേയും പറഞ്ഞെന്ന് ചോദിക്കാം. ധർമ്മേട്ടാ, ഞാൻ ഒരു അടിപൊളി സ്വപ്നം കണ്ടു, അത് യാഥാർത്ഥ്യമാക്കണം, അതാ ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. നിങ്ങളുണ്ടല്ലോ, എന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് നിങ്ങൾ പറയുന്ന കാലഘട്ടം വിദൂരമല്ല. നിങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലെ ഈ ഞാനാണെന്ന് നിങ്ങൾ എന്നെ ചേർത്ത് നിർത്തി പറയും. അതെന്താ നീ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ ഒരു സ്വപ്നമാണ് കണ്ടത്. നിങ്ങൾ നല്ല അടിപൊളി കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് കാറിൽ എന്നെയും ചേർത്ത് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഈ ദേവമംഗലത്ത് വന്ന് നിങ്ങളൊരു പറച്ചിലുണ്ട്, നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും കാരണം ഈ സുകന്യയാണെന്ന്. അത് ധർമ്മേട്ടന് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ പൊന്നു സുകന്യെ, എനിക്ക് അത്രയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അളിയൻ്റെ കൂടെ ഈ കടയിൽ നോക്കി സമാധാനത്തോടെ ഞാൻ ജീവിച്ചോളാം. നിങ്ങൾ എന്താ പറയുന്നേ? ആ പേട്ട് കടയിൽ കയറി കിടന്ന് നശിപ്പിക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? അല്ല, നിങ്ങൾ തന്നെയായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോ. പക്ഷേ ഇത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. എനിക്കങ്ങനെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറയുന്ന പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് നോക്കി പോകും എന്ന് പറയും കേട്ടോ. നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. നമുക്കും ജീവിക്കണം. വെൽ സെറ്റിൽഡ് ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവൂ. ഞാൻ പറയുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊക്കെ സുകന്യ അപ്പോൾ പറയൂ കേട്ടോ. എൻ്റെ പൊന്നു സുകന്യ, രാത്രി നീ ഓരോന്നും പറയാതെ നമുക്ക് നാളെ സംസാരിക്കാം, എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ധർമ്മം കയറി കിടക്കും കേട്ടോ. അപ്പോൾ സുകന്യ പറയും, ഇത് വെറും ഒരു സ്വപ്നമാക്കി കളയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെ ഞാൻ ആ നിലയിലാക്കി എത്തിക്കും. നിങ്ങൾ പറയും എന്നോട്, ഞാനാ നിങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിലെന്ന് എന്നൊക്കെ പറഞ്ഞ് സുകന്യ ഇങ്ങനെ ആലോചിച്ച് കിടക്കാണ് കേട്ടോ. നേരം വെളുത്തു കഴിഞ്ഞപ്പോഴും സുകന്യക്ക് ഇത് തന്നെയാണ് ചിന്ത. എങ്ങനെയെങ്കിലും ധർമ്മനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പ്രേരിപ്പിക്കണം, അതിനെങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മുടെ സുകന്യ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അതേസമയം രാവിലെ തന്നെ ഗോമതിയും ദേവിയും കൂടി തിരിച്ചെത്തുന്നുണ്ട്. അവരെ ദർശനമൊക്കെ കഴിഞ്ഞ് എത്തുന്നുണ്ട്. അപ്പം മീനാക്ഷിയും ഇത്രയും കൂടി ഓടിച്ചെല്ലും അപ്പച്ചി എന്നും പറഞ്ഞ്. അപ്പം ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ മിത്രയോടും മീനാക്ഷിയോടും ചോദിക്കും. അപ്പം മീന് പറയും, കുഴപ്പമില്ലായിരുന്നു അമ്മ, ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ദേവിയെടുത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ യാത്രയൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തിട്ടോ. ഒരു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പോയാൽ മതിയായിരുന്നു, എനിക്ക് നല്ല രസം ഉണ്ടായേനെ എന്നൊക്കെ അപ്പം ദേവിയും പറയും കേട്ടോ. അപ്പോൾ ഗോമതി അത് ഏറ്റു പറയും, അതെ ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വേണം കുടുംബക്ഷേത്രത്തിൽ പോകാൻ എന്ന് പറയാം. നല്ല യാത്ര തന്നെയായിരുന്നു, നന്നായിട്ട് തൊഴാനും പറ്റി എന്ന് പറയണം. അപ്പം മിത്ര പറയും, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പച്ചി അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. എന്ത് കാര്യങ്ങൾ? അപ്പം മീനു പെട്ടെന്ന് മിത്രനെ തട്ടു, ഒരു കാര്യമില്ല എൻ്റെ അമ്മ, ഇവൾ ഓരോന്നൊക്കെ പറയുന്നേ, അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, അമ്മ പോയി ഫ്രഷ് ആയി വാ, ദേവിയെടുത്തേം ചെല്ല എന്നും പറഞ്ഞ് രണ്ടുപേരെ അകത്തേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പം മീനു പറയും, നീ എന്താ മിത്രേ പറയാൻ പോയത്? അമ്മ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ നീ എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ആ സുകന്യേച്ചി ഓരോന്നൊക്കെ ചെയ്യുന്നതും മനസ്സിൽ വിചാരിച്ച് നടക്കാതെ നീ നിന്റെ കാര്യം പോയി നോക്ക്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രതികരിക്കാം എന്ന് പറയാം. ഇന്നലെ തന്നെ കണ്ടില്ലേ, ആകാശും മാമനും അവർക്കിട്ട് നല്ല പണി കൊടുത്തില്ലേ, അതുപോലെ നമുക്കും കൊടുക്കാടി. സഹിക്കാൻ പറ്റാതെ വരുമ്പം നീ എന്തായാലും ഇപ്പോഴും ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് മീനും മിത്രയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും